കഴിഞ്ഞ 30 വർഷത്തോളമായി ഗുജറാത്ത് ഭരിക്കുന്നത് BJP ആണ്. സാമാന്യ ബോധമുള്ള എല്ലാവരും ചിന്തിച്ചു പോകുന്ന കാര്യമാണ് എങ്ങനെയാണ് 30 വർഷമായി BJP അവിടെ ഭരണം തുടർന്നു പോകുന്നത് എന്ന്. എന്നാൽ അതിനുള്ള കാരണം വ്യക്തമാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു ഗുജറാത്ത് മോഡൽ എന്താണെന്ന് കാണാം. നീതി ആയോഗിന്റെ 2024 ഓഗസ്റ്റ് 16 പുറത്തിറങ്ങിയ റിപ്പോർട്ടാണിത്. അതിന്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൽ ഗുജറാത്ത് വളരെ പിന്നിലാണെന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. ഈ റിപ്പോർട്ടിൽ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG ഇൻഡെക്സിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് സ്കോർ 82മായി കേരളമാണ്. SDG അളക്കുന്നത് മാനുഷിക വികാസത്തിന്റെ പാരിസ്ഥിതികമായ കാര്യക്ഷമതയാണ്. ഓരോ രാജ്യങ്ങളുടെയും ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്കോർ, അതായത് ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, വരുമാനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ഗുജറാത്തിന്റെ SDG സ്കോർ 58 മാത്രമാണ്. ഇത് ഹരിയാന, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, സിക്കിം, മണിപ്പൂർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളെക്കാൾ വളരെ പിന്നിലാണ്. കേരളം കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് 77 സ്കോറുമായി ഹരിയാനയും ഹിമാചൽ പ്രദേശുമാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ ഗുജറാത്തിലെ എൻറോൾമെന്റ് റേറ്റ് 89% മാത്രമാണ്. അരുണാചൽ പ്രദേശിലും ആസാമിലും ഇത് 100%. ആന്ധ്രാപ്രദേശിൽ 96.9%. അതിലും ഞെട്ടിപ്പിക്കുന്നതാണ് 11ാം ക്ലാസ്സിൽ എൻറോൾ ചെയ്യുന്നവരുടെ എണ്ണം. വെറും 48.2% പേർ മാത്രമാണ് ഗുജറാത്തിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ എൻറോൾ ചെയ്യുന്നത്. കേരളത്തിൽ ഇത് 85%, തമിഴ്നാട്ടിൽ 81% ആണ് എന്ന് ഓർക്കണം. ഹയർ സെക്കൻഡറി ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഗുജറാത്തിൽ 17.9%. കേരളത്തിൽ ഇത് വെറും 5.5%, ഹരിയാനയിൽ 5.9% മാത്രമാണ്. അതുപോലെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത, 2024 ഫെബ്രുവരിയിൽ നിയമസഭയിൽ ഗുജറാത്ത് ഗവൺമെന്റ് പറഞ്ഞത് 1606 ഗവൺമെന്റ് പ്രൈമറി സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഒരു ടീച്ചർ മാത്രമാണുള്ളത്. ഓർക്കണം, 1606 സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഒരു ടീച്ചർ മാത്രം. 2022 ഇങ്ങനെയുള്ള 700 സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഇരട്ടിയിലധികമായി 1606 ഉയർന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് മോദിയെ പോലെ ഒരാൾ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായതെന്നും കഴിഞ്ഞ 30 വർഷമായി BJP തന്നെ ഗുജറാത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നും. ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാത്തപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകം അവർക്കുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇതേ കാരണം തന്നെയാണ് നോർത്ത് ഇന്ത്യയിൽ BJPക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വലിയ ജനപിന്തുണയും. രാജ്യത്തെ ജനങ്ങളെ നശിപ്പിക്കുന്ന വർഗീയത ആഴത്തിൽ പതിയണമെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ജനതയാണ് ആവശ്യം. ആ ഒറ്റ കാരണത്താലാണ് BJP എന്ന പാർട്ടിയും മോദി എന്നയാളും പ്രധാനമന്ത്രിയായി ഇന്ത്യയിൽ വരാൻ കാരണമെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല.